ഓക്കെ. എന്താണ്ടായടാ? എന്താ പറഞ്ഞേ? ഒന്നും അറിയാത്ത പോലെ നിൽക്കണവൻ. നീ എന്താ കാണിച്ചു? എടാ എന്തിനാടാ നിന്നൊക്കെ പറയണത്? ഇതൊക്കെ പൈസ കൊടുത്താ കിട്ടുന്നതാണോ ഈ അവസരങ്ങള്? ആണോ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു? നിനക്കൊന്നും അറിഞ്ഞൂടെ? നിനക്കൊന്നും അറിഞ്ഞൂടെ? എന്തുണ്ടായി അത് പറ. നീ എന്താ കാര്യം എന്താ വെച്ചാ പറയാ, ചുമ്മാ ആവശ്യമില്ലാതെ. അവരെന്താ പറഞ്ഞു? നിനക്ക് അതിനുള്ള യോഗല്ല മോളെ. നീ ആ മോഹണ് മാറ്റി വെച്ചു. അതെന്ത് വർത്താനം അവര് പറയണേ? കുട്ടിയെ മോഹിപ്പിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ വണ്ടി വിടാ പറഞ്ഞിട്ട് പൊന്നാരം കളിക്കാം. അവര് പറഞ്ഞു വെച്ചിരിക്കുന്നത് ശരിയല്ലല്ലോ. അമ്മാവാ, ഈ വന്നല്ലേ രാത്രി വിളിച്ചിട്ട് അവരോട് ബാർഗെയിൻ ചെയ്തിരിക്കണ പൈസ വേണമെന്ന് പറഞ്ഞിട്ട്. അല്ല, അത് പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പൈസ ആയിട്ടല്ല, നമ്മ അങ്ങോട്ട് വരുമല്ലേ, അപ്പൊ ചെലവിന് എന്തെങ്കിലും പൈസ തരുമോന്ന്. ചെലവിനാ നിനക്ക് 2 ലക്ഷം രൂപ? 2 ലക്ഷം റുപ്യ? ആ 2 ലക്ഷം റുപ്യ. ഇവരോട് പൈസ വെക്കണം, ഇവർ പൈസ വെക്കേണ്ട വല്ല കാര്യമുണ്ടാ? എടാ ഇതൊരു ചാൻസ് ആയിട്ട് കിട്ടട്ടെ, അതൊരു ചാൻസ് ആണെന്നല്ലേ നമ്മൾ വിചാരിച്ചത്. അല്ല അത് തങ്കം, ഞാന് പൈസ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചില്ല. 2 ലക്ഷം രൂപ ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞവന്ന്. 2 ലക്ഷം റുപ്യ? അല്ല, നമ്മളൊരു വഴിക്ക് വരെയല്ലേ. വെറുതെ പാടാൻ ആളുകളുണ്ടെന്ന്, വെറുതെ പാടാൻ ആൾക്കാരുണ്ട്. ആ കുട്ടിക്ക് ഒരു നല്ല അവസരം കിട്ടിയത് തൊലച്ചില്ലടാ നീ. അമ്മ, ഞാൻ അങ്ങനെ പൈസ ചോദിച്ചില്ല. ചെലവിന് എന്തെങ്കിലും ചെലവിനാണോ നിനക്ക് 2 ലക്ഷം രൂപ? അല്ല, അപ്പൊ അത് വേറൊന്നുമല്ല അമ്മാവ, അവര് തരാന്നും പറഞ്ഞു എന്നോട് ഇന്നലെ. അവര് തരാന്ന് പറഞ്ഞു, പിന്നെ വരാണ്ടിരിക്കുക അവര്. ഞാൻ അയാളോട് സംസാരിച്ചപ്പോ 2 ലക്ഷം രൂപ തരൂലെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ഞാൻ യോസിക്കട്ടെ തരാം നമ്മളായിട്ട് യോജിക്കണമെന്ന് പറഞ്ഞു, തരാന്ന് പറഞ്ഞു. പോത്തെ യോസിക്കറേ എന്ന് പറഞ്ഞ് ആലോചിക്കട്ടെ എന്നാണ്. അവര് അവസാനം ആലോചിച്ചു, വേറെ പാട്ടുകാരെ വെച്ചു, ഇവിടെ പുറത്താക്കി. എല്ലാവരെയും പാട്ട് കേൾപ്പിച്ചു. വിക്രം പാട്ട് കേട്ടു, ബാക്കി അതിന്റെ പ്രൊഡ്യൂസർമാര്, ബാക്കിയുള്ള എല്ലാ ആളുകളും പാട്ട് കേട്ടു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ഒറ്റ കേസിന്റെ മുകളിലാണ് ഈ സംഗതി പോയതമ്മാവാ. അല്ല, ഇനിയിപ്പോ എന്തോ വിഷമമുണ്ടോ? ഭയങ്കര വിഷമമുണ്ട്. 2 ലക്ഷം റുപ്യ വെച്ചിരിക്കാത്ത പൈസയാണ് നിനക്ക് വരുന്നത്. ഞാൻ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ. നീ വിളിച്ച് സംസാരിക്കൊന്നും വേണ്ട. പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല ഈ അവസരങ്ങൾ, അറിയാം നിനക്ക്? ഇതൊക്കെ പ്രതീക്ഷിച്ച് വന്നതാ, വെറുതെ മനുഷ്യന്റെ. അതെ തങ്കം, ഞാൻ അവിടെ ഒന്ന് വിളിച്ചു. അതെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ കൂട്ടറ യോഗാണ്. നീ ഇപ്പൊ ഇവള് പാട്ട് പാടിയിട്ട് ആ കാശ് കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടില്ലേ രാഷ്ട്രീയത്തിനൊക്കെ പോകാണ്ടിരിക്കുന്നത്? ഇറങ്ങിക്കോ. ഇവിടെ നടു റോട്ടിലെ നിർത്തിയിട്ട് ഇങ്ങനെ പാട്ട് പാടിക്കാം. നീ ഇങ്ങനെ മുമ്പിൽ ഒരു തുണി വിരിച്ചിട്ട് വയറ്റത്തടിച്ച് ഇങ്ങനെ കൈ കാട്ടിന്നു. ഇഷ്ടം പോലെ കാശ് കിട്ടും. നിനക്കൊക്കെ അതാടാ പറഞ്ഞിട്ടുള്ളൂ, തെണ്ടി തിന്ന.